അബ്രാഹത്തോട് പറഞ്ഞ അതേ കാര്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ചൊരിയുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിന്റെ 23-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 11 ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായം 23-ാം തിരുവചനം. 23. വിശ്വാസം മൂലം അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു. വിശ്വാസ അനുഭവത്തെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. അബ്രാഹത്തെ കുറിച്ചൊക്കെ വായിച്ചു, മോശയെ കുറിച്ച് വായിക്കാൻ പോവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിച്ചേ, നിവർന്നിരുന്നേ, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരെ നോക്കിക്കേ, ശ്രദ്ധിച്ചേ. നമുക്ക് വിശ്വാസം ലഭിക്കുന്നത് 2 വഴികളിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് എങ്ങനെയാണ്? ഫ്രീ ഗിഫ്റ്റ്, സൗജന്യ സമ്മാനം, സ്വർഗം തരുന്നതാണ്. നമ്മുടെ ആരുടെ അവകാശമല്ല, സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. രണ്ടാമത്തെ കാര്യം എങ്ങനെയാണെന്നറിയോ? നമുക്ക് ഈ വിശ്വാസം എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും, പകർന്ന് കിട്ടും. എങ്ങനെ കിട്ടും? പകർന്ന് കിട്ടും. എഴുതി കിട്ടും, ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ സ്ഥലമാറ്റത്തെ കുറിച്ചല്ല. അതായത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്നു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് അത് പകർന്നു കിട്ടും. അമ്മാമ്മയിൽ നിന്ന് കൊച്ചുമക്കളിലേക്ക് അത് പകർന്നു കിട്ടും. കൂട്ടുകെട്ട്, നല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ എന്താ ഗുണം? വിശ്വാസ അനുഭവമുള്ള ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക്, ആ കൂട്ടുകാരിലേക്ക് പകർന്നു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നല്ല ബന്ധങ്ങളൊക്കെ വേണമെന്ന് പറയണം. നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ ഗുണം എന്നറിയോ? ആ വ്യക്തിയിൽ നിന്നും നിന്നിലേക്ക് എന്ത് കിട്ടും? വിശ്വാസ അനുഭവം കിട്ടും, ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. നമ്മളിപ്പോ വായിച്ച വചനം ഒന്ന് ശ്രദ്ധയോടെ വായിച്ചോ. മോശയെ കുറിച്ച് വായിക്കാൻ പോവാണ്. അത് വായിക്കുന്നത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാം തിരുവചനം. ഹീബ്രൂസ് ചാപ്റ്റർ 11 verse 23. വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു. 3 മാസത്തേക്ക് മാതാപിതാക്കൾ ഒളിച്ചു വെച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ എന്തിന്റെ മാനദണ്ഡത്തിലാണ്? ഫസ്റ്റ് സെന്റൻസ് എന്നതാ? വിശ്വാസം മൂലം. ആരുടെ വിശ്വാസം? മാതാപിതാക്കളുടെ വിശ്വാസം. പേരൻസ്, മാതാപിതാക്കളുടെ വിശ്വാസമാണ് മകനിലേക്ക്, മകളിലോട്ട് കടന്നു ചെല്ലുന്നത്. അബ്രാഹത്തിന് ലഭിച്ച വിശ്വാസം ആരിലേക്ക് കടന്നു ചെന്നു? ഇസഹാക്കിലേക്ക് കടന്നു ചെന്നു. അബ്രാഹത്തിന്റെ വിശ്വാസം അല്ലേ? മോറിയ മലയിലേക്കുള്ള യാത്രയൊക്കെ നമുക്കറിയാലോ. അപ്പോ ഇത് അപ്പന്റെ വിശ്വാസ അനുഭവം മകനിലേക്ക് കടന്നു ചെല്ലുന്നു. മോശയെ കുറിച്ച് വചനം പറയുന്നത് എന്താണ്? മോശയ്ക്ക് ഇത് കിട്ടിയത് എന്താ? വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കൾ, പേരൻസ്, മാതാപിതാക്കളിൽ നിന്ന് മകനിലേക്ക്, മകളിലേക്ക് വിശ്വാസം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രാൻസ്ഫർ ചെയ്യപ്പെടും, പകർന്നു കിട്ടും. എന്ത്? വിശ്വാസം. മറ്റൊരു വചന ഭാഗം വായിക്കാം. അത് തിമോത്തിയോസിന് എഴുതിയ പുസ്തകം, സെന്റ് പോൾസ് ലെറ്റർ ടു തിമോത്തി. 2 ലേഖനങ്ങളുണ്ട്. അതിന്റെ 2-ാം പുസ്തകം, സെക്കൻഡ് ബുക്ക്, സെന്റ് പോൾസ് ലെറ്റർ ടു തിമോത്തി. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം, അതിന്റെ 1-ാം അധ്യായം 5-ാം വചനം. 1-ാം അധ്യായം 5-ാം വചനം. നിന്റെ നിർവാച്യമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ എവനിക്കായ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആര് പറയുക? പൗലോസ് ശ്ലീഹ പറയുക. ആരോടാ പറയണേ? തിമോത്തിയോസിനോട് പറയുക. ഈ തിമോത്തിയോസിനോട് പൗലോസ് ശ്ലീഹായ്ക്ക് ഇത്തിരി സ്നേഹം കൂടുതലായിരുന്നു. ശിഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്നേഹമുണ്ട് ഈ ശിഷ്യനോട്. അതുകൊണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം വായിച്ച ഒരു കാര്യം മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് തിമോത്തിയോസിനോട്, എന്റെ തിമോത്തിയോസെ, നീ ഇങ്ങനെ ചെയ്യണം, നീ ആ കാര്യം ശ്രദ്ധിക്കണം, നിന്റെ ഈ കാര്യം വെരി ഗുഡ്, പക്ഷെ നീ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ചില കറക്ഷൻസ് ഇടയ്ക്ക് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. അതിന്റെ അകത്ത് കൃത്യമായ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
2 തിമോത്തിയോസ് 1:5 ശ്രദ്ധയോടെ വായിച്ച ഒന്നും കൂടെ. നിന്റെ ആ. നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. പൗലോസ് ലീഗ തിമോത്തിയോസിനോട് പറയാം, നിന്റെ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. കൊള്ളാടാ, നിന്റെ വിശ്വാസം കൊള്ളാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞു, നിന്റെ വിശ്വാസം കൊള്ളാം. നിന്റെ വിശ്വാസം കൊള്ളാം. അപ്പൊ ഇപ്പൊ ഓർത്തോണം, പൗലോസ് ലീഗയാണ് കൈ തന്നത് കേട്ടോ. ആരാണ്? പൗലോസ് ലീഗ. പൗലോസ് ലീഗ തിമോത്തിയോസിനോട് പറയും, എന്റെ തിമോത്തിയോസെ, നിന്റെ വിശ്വാസം കൊള്ളാടാ, നിർവ്യാജമായ വിശ്വാസം കൊള്ളാം. എന്നിട്ട് പൗലോസ് ലീഗ ഒരു കാര്യത്തെ അടുത്ത സെന്റൻസിൽ പറഞ്ഞ് ശ്രദ്ധിച്ചോണെ. എങ്ങനെയാണ് ഈ തിമോത്തിയോസിന് വിശ്വാസം കിട്ടിയെന്ന് അറിയാവോ? വായിച്ചൊന്നു. നിന്റെ വലിയമ്മയായ ലോവീസിനും നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ എവനിക്കായ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പിടികിട്ടിയോ? എന്താ പറഞ്ഞേ? എടാ തിമോത്തിയോസേ, നിന്റെ വലിയമ്മയ്ക്കുണ്ടായിരുന്ന വിശ്വാസം, നിന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഈ തിമോത്തിയോസിന് കിട്ടിയ വിശ്വാസം എവിടുന്ന? വലിയമ്മയിൽ നിന്ന്, അല്ലെ? അമ്മാമ്മയിൽ നിന്ന്, അമ്മയിൽ നിന്ന് ദേ കൊച്ചുമോന് കിട്ടിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരില് ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കും. ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളവര് ഇവിടെ നിങ്ങളുടെ കൊച്ചുമക്കൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഗ്രാൻഡ് പേരൻസ് ആണ്. കുറെ പേരുണ്ട്. കൈപൊക്കി. വെരി ഗുഡ്. കൈ താത്തല്ലേ ചോദിക്കുന്നു, നിങ്ങളെ കുറിച്ച് അടുത്ത തലമുറയിൽ ഇങ്ങനെ എഴുതപ്പെടുവോ? നിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം നിങ്ങളുടെ കൊച്ചുമോനും കൊച്ചുമോൾക്കും കിട്ടിയെന്ന് അവര് പറയോ? നാട്ടുകാര് പറയോ? കൈ താന്നു പോയല്ലോ ചേട്ടാ, കൈ താത്തിക്കോ. ഓർക്കുമ്പോ തന്നെ എന്റെ ഭാരം. വിശ്വാസം പോയിട്ട് എന്നെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണ്ട കൊച്ച്, അല്ലേ? മാതാപിതാക്കൾ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ കൈപൊക്കിക്കോ. മാതാപിതാക്കൾ ധൈര്യമായിട്ട് കൈപൊക്കിക്കോ. മക്കളുള്ള എല്ലാ അപ്പനും അമ്മയും കൈപൊക്കിക്കോളൂ. എല്ലാവരും തന്നെ ഉണ്ട്, ഭൂരിഭാഗം. വെരി ഗുഡ്. നിങ്ങളുടെ മക്കളുടെ കാര്യം എന്താ അവസ്ഥ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്രൈസിസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇതേതെങ്കിലും കടയിൽ പോയിട്ട് 10 കിലോ വാങ്ങിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു ഐറ്റം ഒന്നുമല്ല. സ്വർഗം കൊടുക്കുന്ന ഒരു ഫ്രീ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. തൊട്ടടുത്തായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം, ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, പകർന്നു കിട്ടുന്ന ഒന്നാണെന്ന്. പകർന്നു കിട്ടും. എവിടുന്ന്? തലമുറയായിട്ട് പകർന്നു കിട്ടും. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഓർക്കണം, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആരൊക്കെയോ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇന്നത്തെ വിശ്വാസം നിങ്ങൾക്ക് കിട്ടിയത് ആരിൽ നിന്നാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ